petalsWORLD. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടപ്പുറത്തുള്ളൊരു വീടത്തെ ഒരു ചെറിയൊരു ഗാർഡനാണ്. അപ്പോൾ എല്ലാവരും അതൊന്ന് മുഴുവൻ കണ്ടിട്ട് വാ. അപ്പോൾ ആദ്യം നമ്മൾ ഇവിടെ വീടൊക്കെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് അവിടെ ഫ്രണ്ട് വശത്തുള്ള ഗാർഡന്. ഈ ഒരു ഭാഗത്ത് അവർ കുറച്ച് ഇലച്ചെടികൾ, നമ്മളെ കോളിയസ് പ്ലാന്റ്, പിന്നെ അതുപോലെ കുറച്ച് റിയോ പ്ലാന്റ്, അങ്ങനെ ഒരുപാട് ചെടികൾ ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ചെടികളൊക്കെ പേരുകളൊക്കെ ഞാൻ എൻ്റെ ഗാർഡനിൽ തന്നെ കാണിച്ച സമയത്തൊക്കെ തന്നെ പേരൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് പ്രത്യേകിച്ചൊന്നും എടുത്ത് പരിചയപ്പെടുത്തേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നണില്ല. അതുകൊണ്ട് ഞാൻ അതിൻ്റെ പേരുകളൊന്നും പറയണില്ല. അപ്പോൾ നല്ല ഭംഗിയായിട്ട് തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ മാത്രമാണ് അത്ര അവർക്ക് കുറച്ചെങ്കിലും ഒരു വെയിൽ കുറവുള്ളത്. അപ്പോൾ ഞാൻ തന്നെ 8 മണിക്കാണ് ഇവിടെ ഈ ഒരു വീഡിയോ എടുക്കാൻ വന്നിട്ടുള്ളത്. അപ്പോൾ തന്നെ വെയിൽ വരാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ല വെയിലാണ് ഇവിടെ. അപ്പോൾ ശരിക്കും 5:30 വരെ വെയിലുണ്ട് എന്ന് പറഞ്ഞാൽ അപ്പോൾ വൈകുന്നേരം എടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഈ സമയത്ത് ഞങ്ങൾ വീഡിയോ എടുത്തത്. അപ്പോൾ അതാ ഇവിടെ അവർ വെച്ചിട്ടുള്ള 2 സൈപ്രസ് പ്ലാന്റുകൾ വെച്ചിട്ടുണ്ട് 2 ഭാഗത്തുമായിട്ട്. അപ്പോൾ നല്ല അത്യാവശ്യം നല്ലപോലെ വളർന്നിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഭാഗത്തൊക്കെ നാടൻ ചെടികളാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ അധികം പൂവൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനത് പെട്ടെന്നൊന്നുകൊണ്ട് ഓടിച്ച് കാണിക്കുകയാണ്. ഈ ഒരു ഓപ്പോസിറ്റ് സൈഡിൽ ആ ഒരു ഗേറ്റിൻ്റെ എങ്ങേ വശത്തു നിന്ന് വെച്ചിട്ടുള്ള ചെടികൾ നോക്കാം. അപ്പോൾ അതാ ഈ ഒരു സൈപ്രസ് പ്ലാന്റിൻ്റെ ഉള്ളിൽ ഒരു കിളി കൂട് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ്. അപ്പോൾ ഞാനതൊന്ന് നോക്കുകയാണ്. കിളി മുട്ടടലോ കഴിഞ്ഞ് വിരിഞ്ഞ് പോയിട്ടുണ്ട് തോന്നുന്നു, പറന്ന് പോയിട്ടുണ്ട് തോന്നുന്നു. ഇപ്പോൾ കൂട് മാത്രമേ ഉള്ളൂ. ഈ ഒരു വശത്ത് പിന്നെ ആ മതിലിനോട് ചേർന്ന് ഒരു തിണ്ട് പോലെ കെട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ തിണ്ടിലൊക്കെ അവർ നിറച്ചും വെച്ചിട്ടുള്ള യൂഫോർബിയ പ്ലാന്റ്സ് ആണ്. ഇതുവരെ കയ്യിൽ എനിക്ക് തോന്നുന്നു ഏകദേശം 2 വർഷത്തോളം ആയിട്ടുണ്ട് ഈ ഒരു ചെടിക്ക്. നല്ല വെയിൽ വേണ്ടൊരു ചെടിയാണല്ലോ യൂഫോർബിയ. അതുകൊണ്ട് തന്നെ ഇവിടെ നല്ല പൂത്ത് നിൽക്കുന്നുണ്ട്. ഇലയൊന്നും ഇല്ലാത്ത നിറച്ചും പൂക്കളാണ്, കൊലകൊലയായിട്ട് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വരി ഫുള്ളും നല്ല വെയിൽ കൊള്ളുന്ന സ്ഥലം കൂടെയാണിത്. അപ്പോൾ നല്ല വെയിൽ കൊള്ളുന്ന സ്ഥലമായതുകൊണ്ടാണ് കണ്ടോ ഓരോ ചെടികൾ നിൽക്കണുണ്ടല്ലേ. നമ്മളെ ആന്തൂറി അതിൻ്റെ ഇടയിൽ കൊണ്ടുവച്ചിട്ട് അത് ഫുള്ള് കരിഞ്ഞ് നിൽക്കണതാണ്. പിന്നെ ഇതാ അവിടെ ഈ ഒരു നെക്സ്റ്റ് അതിൻ്റെ തൊട്ട് താഴെയായിട്ട് വെച്ചിട്ടുള്ളത് സെലോഷ്യ പ്ലാന്റിൻ്റെ വെറൈറ്റികളാണ്. ഇതൊക്കെ വിത്ത് പാകിയാണ് ഉണ്ടാക്കിയതാണ് കേട്ടോ. ഈ സെലോഷ്യ പ്ലാന്റൊക്കെ ഇപ്പോൾ മാറ്റി നടാനായിട്ടുണ്ട്. അപ്പോൾ ഇതാ ഈ ഒരു വശത്ത് നോക്കുകയാണെങ്കിൽ ഈ വശത്ത് താഴെ മണ്ണിലും നട്ടു കൊടുത്തിട്ടുണ്ട് ചെടികൾ. പിന്നെ ആ മതിലിൻ്റെ മുകളിലുമായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ താഴെ മണ്ണിൽ നട്ടു കൊടുത്തിരിക്കുന്ന ചെടികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ കാര്യമായിട്ട് നട്ടു പിടിപ്പിച്ചിട്ടുള്ളത് റോസാ ചെടികളും തെച്ചിയുമാണ്. അപ്പോൾ ഇതൊന്നും ഗാർഡൻ നേരെ നഴ്സറിയിൽ നിന്ന് വാങ്ങിക്കൊടുന്ന് വെച്ചിട്ടുള്ളതൊന്നല്ല കേട്ടോ. നമ്മൾ ഓരോ വീട്ടിൽ നിന്ന് കളക്ട് ചെയ്തുകൊണ്ട് കൊടുന്ന് വെച്ചിട്ടുള്ളതാണ് അവർ. അപ്പോൾ നാടൻ റോസകളാണ് ഇതൊക്കെ. എന്നാലും നല്ല പോലെ പൂവിട്ടിട്ടുണ്ട്. പിന്നെ തെച്ചികളാണ്. തെച്ചിയുടെ പല കളറുകളുണ്ട്. നാടൻ തെച്ചിയുണ്ട്, പിന്നെ മഞ്ഞ, റോസ്, അങ്ങനെ എല്ലാത്തിൻ്റെ കളറുണ്ട്. പക്ഷെ അതിലൊന്നും ഇപ്പോൾ പൂ വിരിഞ്ഞിട്ടില്ല കാണിച്ചു തരാനും. പിന്നെ പെൻറ്റാസാണ് ഉള്ളത്. പെൻറ്റാസ് 2 കളറുണ്ട് ഇവിടെ, വയലറ്റും പിന്നെ ഒരു റെഡ് കളറും ഉണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഇപ്പോൾ നട്ടു കൊടുത്തിട്ടുള്ളത് മണ്ണിൽ ഈ ഒരു വശത്ത്. പിന്നെ കണ്ടോ അതിൻ്റെ അടിയിൽ കണ്ടോ നല്ലൊരു അരേലിയ ചെടി. അത് നാടൻ അരേലിയാണ്. നല്ല കുറച്ച് വലിയ ലീഫായിട്ട് കൂടിയിട്ടുള്ളതാണ്. എന്നാലും നല്ല ബോള് പോലെ വന്നിട്ടുണ്ട്. അത് ഇതിൻ്റെ മുകളിലൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാനുണ്ട്. ഇനി ഈ മതിലിൻ്റെ മുകളിലുള്ള ചെടികളാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. അപ്പോൾ അതിൽ ഒരുപാട് ഇലച്ചെടികളുണ്ട്. പിന്നെ റൂബി ഗ്രാസ്, ഡെയ്സി പ്ലാന്റ്, പിന്നെ നമ്മളെ ബിഗോണിയ, അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഉണ്ട്. 10 മണി മുല്ല, അതൊക്കെയാണ് ഈ ഒരു ഭാഗത്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഒന്ന് കണ്ടു നോക്കൂ. പോപ്പി ചെടി ഒക്കെ ഉണ്ട്, എല്ലാ ഐറ്റംസും ഉണ്ട്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്ത് ചെറിയ കഷ്ണങ്ങൾ കൊടുന്ന് വെച്ച് വളർത്തി ഉണ്ടാക്കിയതാണ്.
നഴ്സറിയിലെ ചെടികളൊന്നും പോലും ഇവിടെ കാണാൻ ഉണ്ടാവില്ല. ഒക്കെ പല സ്ഥലത്തുനിന്ന് കളക്ട് ചെയ്ത് കൊടുന്നാണ് ഉണ്ടാക്കിയതാണ്. അവർ അതിൽ തന്നെ ഒരു ചെടിയോട് ഒത്തിരി ഇഷ്ടമുള്ളൊരു ആളാണ് അവിടുത്തെ ആൾ. അപ്പോൾ അവരെങ്ങനെ ഓരോ സ്ഥലത്തുനിന്ന് കളക്ട് ചെയ്ത് കൊടുന്ന് ഉണ്ടാക്കിയതാണ്. പിന്നെ ഇവിടെ ഈ കാണിക്കുന്ന ചട്ടികളൊക്കെ അവർ തന്നെ ഉണ്ടാക്കിയതാണ് കേട്ടോ. ചട്ടികളും വാങ്ങിക്കാറില്ല, ഒക്കെ അവർ തന്നെ ഉണ്ടാക്കാറാണ് പതിവ്. പിന്നെ ടയർ കട്ട് ചെയ്തിട്ടാണ് ചില ചെടികളൊക്കെ നട്ടിട്ടുള്ളത്. പത്തണിമുല്ലയും ഈ ഗ്രാസൊക്കെ നട്ടിട്ടുള്ളത് ഇങ്ങനെ ഈ ടയർ വെച്ചിട്ടാണ് കണ്ടോ. നല്ല ടയറിൽ നല്ല തിക്കായിട്ട് തന്നെ വന്നിട്ടുണ്ട് ആ ഗ്രാസ്. അതൊക്കെ അങ്ങനെ ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ രാവിലെ 8 മണിക്കൊക്കെയാണ് ഇത് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോയിട്ടുള്ളത് പറഞ്ഞില്ലേ. ശരിക്കും ഷൂട്ട് ചെയ്യാൻ വേണ്ടി വന്നതല്ല, അതാ ഈ ഒരു 10 മണി മുല്ലേൻ്റെ കുറച്ച് കളക്ഷന് കളക്ട് ചെയ്ത് പോരാൻ വേണ്ടിയിട്ട് പോയതാണ് ഞാൻ. അപ്പോൾ അതിൻ്റെ ഓരോ പീസ് കട്ട് ചെയ്ത് വാങ്ങാൻ വേണ്ടിയിട്ട് പോയതേനും. അപ്പോൾ ആ സമയത്താണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ ഒക്കെ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതൊക്കെ വിരിയണുള്ളൂ, 10 മണി മുല്ല വിരിഞ്ഞ് വരുന്നേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു സൈഡിൽ വെച്ചിട്ടുള്ള ചെടികൾ. എന്ന് പറയുന്നത് പ്രൊപ്പഗേഷന് വേണ്ടിയിട്ടുള്ള ഒരു ഏരിയയാണ്. അപ്പോൾ അതാ പുതിയ പുതിയ പല ചെടികളും ഇവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വേര് പിടിച്ച് കഴിഞ്ഞിട്ടുള്ളൂ ഇനി വെയിലത്തേക്ക് മാറ്റുള്ളൂ. അപ്പോൾ ഇതിവിടെ ഒരു ഷീറ്റിന് അടിയിലാണ് ഇപ്പോൾ അതൊക്കെ ഇങ്ങനെ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഒരുപാട് ചെടികളുണ്ട്, ഒക്കെ ഇപ്പോൾ പിടിച്ച് വരുന്നേ ഉള്ളൂ. അപ്പോൾ ഇത് പിന്നെ നമ്മൾ പഞ്ചായത്തിൽ നിന്ന് കിട്ടുന്ന തൈകളാണ്. അപ്പോൾ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ തൈയാണ് കേട്ടോ അത് ഇപ്രാവശ്യം ഒരു 5 തൈകൾ പഞ്ചായത്തിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു, അതാണ്. പിന്നെ ഈ കാണിക്കുന്നത് അവരെ ഹാങ്ങിങ് പ്ലാന്റ്സ് ആണ്. ഇവിടെ പർപ്പിൾ ടർട്ടിൽ വൈൻ ഉണ്ട്, ടർട്ടിൽ വൈൻ ഉണ്ട്, വാണ്ടറിഞ്ചിയും ഉണ്ട്. പിന്നെ എപ്പീഷ്യൻ്റെ ആ ഒരു റെഡ് കളർ ഫ്ലവർ ഇരീന ഉണ്ട്. അതൊക്കെ ഹാങ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കളർ ചേഞ്ച് വേറെ ഉണ്ട്, അവരെ കയ്യിൽ ഒന്നും ഹാങ് ചെയ്തിട്ടില്ല. പിന്നെ ഇതാ ഈ കാണുന്നത് അവർ മക്കളുണ്ടാക്കിയ കുളമാണ്. അപ്പോൾ 9ാം ക്ലാസ് പഠിക്കുന്ന ഒരു മോനുണ്ട്, അവന് ഭയങ്കര ഇഷ്ടമാണ് മീനുകളെ. അപ്പോൾ അവൻ്റെ കുറച്ച് കുളങ്ങൾ ഞാൻ കാണിച്ചു തരാം. അവൻ 2-3 കുളത്തിലായിട്ട് മീനുകളെ വളർത്തുന്നുണ്ട്. അപ്പോൾ അതതിൻ്റെ അവരുടെ ബാക്ക് ഭാഗമാണ് കേട്ടോ അത്. അപ്പോൾ അലോവേരയൊക്കെ നിൽക്കുന്നുണ്ടോ, നല്ല ഭംഗിയായിട്ട് തന്നെ ഉണ്ട്. അപ്പോൾ ഈ ഒരു കുളത്തിൽ വേറെ 2 അതിഥികളുണ്ട്. ഇതാണ് ആമ ഒരു നാടൻ ആമയാണ്. അപ്പോൾ ഇങ്ങനത്തെ 2 ഉണ്ട് ഇതിൽ. അപ്പോൾ ഇത് അവന് വളർത്തുന്നത് തന്നെയാണ്. പിന്നെ അത് അവിടെ കുറേ പച്ചക്കറി തൈകളൊക്കെ ഉണ്ട് കേട്ടോ, മുളകും നമ്മളെ കോളിഫ്ലവറും ഒക്കെ ആയിട്ട് കുറച്ചുണ്ട്. പിന്നെ അതപ്പോൾ ഇത് പുതിയതായിട്ട് ഉണ്ടാക്കിയൊരു കുളമാണ്. ഇതിൽ വളർത്തു മീനാണ്, നമുക്ക് കഴിക്കാനൊക്കെ പറ്റുന്ന മീൻ. പിന്നെ അത് അവിടെ ഒരു ഫ്രിഡ്ജിൻ്റെ ഒരു ഇതിലും വളർത്തുന്നുണ്ട്. ഇതിൽ ആമ്പലാണ്, ഇതിൽ ആമ്പൽ കുളമാണ്. പിന്നെ അത് അവരുടെ ബാക്കിലൊരു റംബുട്ടാൻ്റെ ഒരു മരം ഉണ്ട് കേട്ടോ. അതിന്മേൽ ഒത്തിരി പൂവും കായുകളൊക്കെ വന്ന് പിടിച്ചിട്ടുണ്ട്. കാണുന്നുണ്ടോയെന്ന് അറിയില്ല, നല്ല വെയിലായതുകൊണ്ട്. അപ്പോൾ ഫ്രണ്ട്സ് ഇവിടെ നല്ല വെയിലാണ്. അപ്പോൾ ഇന്നത്തെ ഞങ്ങൾ ഈ ഗാർഡനൊക്കെ കാണിച്ചത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം. ഇനിയും നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരും. അതുവരേക്കും ബൈ ബൈ.